ഇനി നമ്മൾ മലയാള സിനിമാ പ്രേക്ഷകർ മുഴുവൻ, ഞാനും നിങ്ങളും അടക്കമുള്ളവർ, അച്ഛൻ വേഷം കൽപ്പിച്ചു കൊടുത്തൊരു മഹാനടനുണ്ട് നമ്മുടെ മലയാള സിനിമയ്ക്ക്. വേറെ ആരുമല്ല, ഇന്ദുചൂടന്റെ അച്ഛൻ വക്കീലിനെ, ജഡ്ജി അദ്ദേഹത്തിനെ നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ കിരീടത്തിലെ സേതുമാധവന്റെ അച്ഛനെ നമുക്ക് ഓർമ്മയുണ്ട്. ചാക്കോ മാഷിനെ, ആടുതോമയുടെ അച്ഛനെ നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് അല്ലേ? ആരാ? അത് തന്നെ, തിലകൻ. അദ്ദേഹം ചെയ്ത ഒരു 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 അച്ഛൻ വേഷങ്ങൾക്കൊന്നും പകരം വെക്കാൻ വേറൊരു നടനും കഴിയില്ല എന്നുള്ളത് ഉറപ്പാ. ഇനിയിപ്പോ തിലകന്റെ അച്ഛൻ വേഷം കാണും. അതെ അതെ അതെ, അതൊന്നും ആരും മറക്കുകയില്ല. അതുപോലെ ഒരു ദിവസം മുതൽ സൂപ്പർ താരങ്ങളെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞെന്നും പറഞ്ഞ് ആശാ മലയാള സിനിമയുടെ പടിക്ക് പുറത്തിരിക്കേണ്ടി വന്ന അവസ്ഥയും മലയാളികളാരും മറക്കുകയില്ല. അല്ലേലും പണ്ടേ അങ്ങനെയാണല്ലോ, ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും. ചന്തയിൽ നിന്ന് 2 കോഴികളെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ. പറ്റുകടയിലെ കണക്ക് തീർക്കണം. ഇത് നീ വെച്ചു. വേണ്ടച്ചാ, ഈ മാസം ചെലവ് കൂടുതലല്ലേ, പിള്ളേരുടെ പരീക്ഷ. അതൊന്നും നീ അറിയണ്ട, ഞാനല്ലേ ഗ്രഹനാഥൻ, ഞാൻ നോക്കിക്കോളാം. ഇത് വെച്ചു. മറ്റേത് വാങ്ങണ്ടേ? ഏത്? വാങ്ങിച്ചോളാം. പിള്ളേരല്ലേ. വിസ്കി മേടിക്കുന്ന കാര്യാ പറഞ്ഞതേ. ശമ്പളം കിട്ടിയ ആദ്യത്തെ ഞായറാഴ്ച ഒരു കൂടലുണ്ട്. ഏയ്, അവർക്കൊന്നുമല്ല, ഞാനും എന്റെ അളിയനും. പിള്ളേർക്ക് മീനും കോഴിയും കൂട്ടി ഒരു ചാപ്പാട്. അപ്പോ പറഞ്ഞു വന്നത്, നല്ല നല്ല ജോലിക്ക് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിന് ശ്രമിക്കാതിരിക്കുന്നത് ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാ മണ്ടത്തരമാണെന്ന്. അതായത് ഞാനൊരു മണ്ടനാണെന്ന്. ആയിക്കോട്ടെ, അവൻ എന്റെ മോനാണല്ലോ. എന്റെ മോന് ഞാൻ ആശിച്ച ജോലി കിട്ടണം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വണത്തെ പോലെ തലയ്ക്ക് പിടിച്ച് എവിടെയെങ്കിലും കിടന്നു കളഞ്ഞേക്കരുത്. പിന്നെ നിന്റെ അച്ഛനുള്ള കാലത്ത് എനിക്ക് പട്ടച്ചാരയം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നീ ഒഴിക്കങ്ങട്. ഇച്ചിരി കൂടെ ഒഴിക്കണം. ആ മതി 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 മതി. ഒരു തുടം കൂടി നടാ. ഇത്രയൊക്കെ മതി. നീ ഒഴിക്കിടത്തിരി. നീ എന്തിനു പേടിക്കണേ? ഒഴിക്കിച്ചിരി കൂടി. ആ മതി മതി, അത് മതി. ഓ, മൂത്ത കോഴിയാ. ആ, ഇനി മറ്റൊരു കാര്യം. ഈ സേതുവിന്റെയും ദേവിയുടെയും കാര്യം എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോണത്? അങ്ങോട്ട് നടത്തിക്കൂടെ? നടത്തിക്കൂടെ അല്ലേ? പറ്റില്ല. അതെന്താ അച്ചു ഇപ്പൊ വാക്ക് മാറ്റണത്? വാക്ക് മാറ്റണമെങ്കിലേ അച്ഛനാടെ കഴുത്തങ്ങ് പോണം. സേതുവിന് സെലക്ഷൻ കിട്ടിയ ആ നിമിഷം നടത്താം. അതിനു മുമ്പ് എന്തിനാടോ അവറ്റങ്ങളുടെ ശാപം മേടിക്കണേ? ദേവിക്ക് ജോലിയില്ലേ? അത് നിങ്ങൾക്ക് രണ്ടുപേരും കൂടി ജീവിക്കാൻ അത് ധാരാളം മതി. അതെന്റെ കുടുംബത്തിൽ പറ്റില്ല. അച്ചി വേലയെടുത്ത് കൊണ്ടിരുന്ന കാശ് കൊണ്ട് നക്കാൻ. പിന്നെ അവനിവിടെ വരികയും പോവുകയും കൊണ്ട് നിങ്ങൾക്ക് വല്ല പേടിയുണ്ടോ? അല്ല, അതിപ്പോ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനാണല്ലേ. ഇയാൾക്ക് കള്ളു കുടിച്ചാ പിന്നെ നാക്കിനൊരു നിയന്ത്രണമില്ല. എന്നാലേ അവൻ എന്റെ മോനാ. അവൻ ഒരു ചറ്റത്തരവും കാണിക്കില്ല. അങ്ങനെ അതിമനോഹരമായ ഒരു കിടിലം എപ്പിസോഡോട് കൂടി ഇന്നത്തെ ഈ സ്പെഷ്യൽ പ്ലസ് ടാക്കീസ് ഇവിടെ കഴിയാണ്. പക്ഷേ കാര്യമാക്കണ്ട, അടുത്ത് ഇതിനേക്കാൾ ഒരു കിടിലം ഗംഭീര എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം ഫിറോസ്. അഖില ലോക അച്ഛന്മാര് എല്ലാവർക്കും ഭൂതത്തിന്റെ ടാറ്റ. അപ്പൊ ഇന്നത്തെ ഭൂതാൽപ്പിക്കേഷൻ അങ്ങ് തീർന്നു. ഭൂതത്തിന്റെ അച്ഛൻ വലിയ ഭൂതത്തിന് മരുന്ന് കൊടുക്കാനുള്ള സമയമായി എന്ന് വെച്ച് അഖില ലോക അമ്മമാരും വിഷമിക്കണ്ട. അമ്മമാരുടെ എപ്പിസോഡുമായിട്ട് ഭൂതം വരുന്നുണ്ട്. അപ്പൊ കാണാം. അതുവരെയും ഭൂതാൽപ്പിക്കേഷൻ.